നമസ്കാരം. വീണ്ടും മണിപ്പേച്ച് മലയാളം യൂട്യൂബ് ചാനൽ വഴി നിങ്ങളൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം. സ്വർണ്ണത്തിന്റെ വില 90 രൂപ മാത്രം തന്നെ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇന്റർനാഷണൽ മാർക്കറ്റിൽ ഇതിൽ കൂടുതലായിട്ട് വിളുന്നിട്ടുണ്ട്. ₹1 വന്നിട്ട് 24 ക്യാരറ്റ് ഗോൾഡിൽ വിളുന്നിരിക്കുന്നു. വെള്ളിനെ മുകളിൽ ഉയർത്തി വയ്ക്കാൻ നോക്കുന്നു. ഫ്യൂച്ചേഴ്സ് മാർക്കറ്റിൽ 2.48 തന്നെ. രൂപ വന്നിട്ട് 94 റെക്കോർഡിനെ ബ്രേക്ക് ചെയ്ത് 94.30 ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നു. ചൈനയുടെ വില ഫ്യൂച്ചേഴ്സ് മാർക്കറ്റിൽ തന്നെ 100 രൂപ കഴിഞ്ഞു പോകുന്നു. ഇക്കണോമിസ്റ്റ് എന്ത് പറയുന്നു എന്ന് സ്പോട്ട് ഓയിൽ 120 to 130 എന്ന് പറയുന്നു. റിഫൈനറിയിൽ ബേസിക് ആയിട്ട് ഓയിൽ കിട്ടുന്നില്ല ആണ് പറയുന്നത്. ഇത് ഓവറാളെ നോക്കുമ്പോൾ മാർക്കറ്റിന് ഒരു നല്ല ന്യൂസ് അല്ല ഇത്. മാർക്കറ്റിനെ കുറച്ച് സമയം തൂക്കി വെച്ചായിരുന്നു. തൂക്കി വെച്ചതിൽ 400 പോയിന്റിന് മാർക്കറ്റ് ഇല്ലാതാക്കി. 200 പോയിന്റ് അടിച്ചായിരുന്നു. അങ്ങനെ 198 ആയിട്ട് ക്ലോസ് ചെയ്തു. ഇതാ 2 മണിക്ക് ഞാൻ സംസാരിക്കുന്ന സമയം ഈ 94 പോയിന്റായിട്ട് അടിച്ച് തീർത്തു വച്ചിരിക്കുന്നു. ബാങ്ക് നിഫ്റ്റി തിരികെ 500 പോയിന്റ് എടുത്ത് ഇറങ്ങി. ഇന്ന് ഫാർമ അല്ലാതെ മറ്റെല്ലാ സെക്ടറും കാലിയാണ്. ഫാർമ മാത്രമാണ് ടോപ്പ് ടക്കർ. ഫാർമയിൽ ഡോക്ടർ റെഡ്ഡി മാത്രം 10% അപ്പാണ്. ഇങ്ങനെ എത്ര തന്നെ കംപ്രസ് ചെയ്താലും അത് തിരികെ തൂക്കും. അത്രയും ഡോക്ടർ റെഡ്ഡി ഒരു വലിയ എക്സാമ്പിളാണ്. അടുത്ത ഡോക്ടർ റെഡ്ഡീനെ ഒരുപാട് വട്ടം ഞാൻ കൺസിഡർ ചെയ്യാൻ പറഞ്ഞായിരുന്നു. നാക്കോയിനെയും കൺസിഡർ ചെയ്യാൻ പറഞ്ഞായിരുന്നു. പ്ലേയും ഞാൻ പറഞ്ഞായിരുന്നു. സൈഡസും ഉണ്ട്. എല്ലാം നിങ്ങൾക്ക് പേ ഔട്ട് ആകും. ഇതിരുന്ന് എന്തൊക്കെ സ്റ്റോക്ക് എന്ന് നോക്കിയാൽ നന്നായിട്ട് ഫാർമ സ്റ്റോക്ക് മാത്രം നന്നായിട്ട് പെർഫോം ചെയ്തിരിക്കുന്നു. D10, പ്ല 4, കൊരണ്ട്, രാജ 17% ഏറി. അതിനുശേഷം 3, ഈ സ്ലാബ് 2.6, ഐഡസ് ലൈഫ് സയൻസസ് 1.7, അൺഫാർമ 1.4. ഇൻകമേൽ കയറുമെന്ന് എല്ലാവരും വിചാരിച്ചു. പക്ഷേ 3.5% താഴെ ഇറങ്ങിയിരിക്കുന്നു. രണ്ടും വിളുന്നിരിക്കുന്നു. മഹേന്ദ്ര 2.2 മൈനസിലാണ് ഇരിക്കുന്നു. M&M ഭയങ്കര താഴെയാണ് കിടക്കുന്നു. നമുക്ക് ന്യൂസിനെ നോക്കാം. രാവിലെ ജപ്പാൻ കൊണ്ടാട്ടത്തിൽ കുറേ സമയം 60,000 ക്രോസ് ചെയ്തു. ശേഷം ഒരു 1000 പോയിന്റ് കുറഞ്ഞു. മാർക്കറ്റ് ബ്രെത്തും വളരെ നന്നായിരുന്നു. ഇപ്പം ജപ്പാൻ ഒരു പീക്ക് താണ്ടി പോയിക്കൊണ്ടിരിക്കുന്നു. എല്ലാവരും ജപ്പാനെ കറക്റ്റായ സമയം കൺസിഡർ ചെയ്ത് നന്നായിട്ട് എൻജോയ് ചെയ്തിരിക്കുന്നു. ഇറാൻ പല സ്ഥലങ്ങളെ പിടിച്ചു. കച്ച എണ്ണ ഫ്യൂച്ചേഴ്സ് മാർക്കറ്റിൽ 100 കഴിഞ്ഞു പോകുന്നു. ഇന്ത്യയിലെ കപ്പലിനെ പിടിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. കപ്പൽ വന്നാലും പിടിക്കുന്നു. ഹോർമൂസിൻ്റെ ബ്ലോക്കേജ് ഇന്ന് കണ്ടിന്യൂ ആകും എന്നതിൽ ഏതൊരു മാറ്റവുമില്ല. ഇന്ത്യയിൽ LPG ഷോർട്ടേജ് ഭയങ്കരമായിട്ടിരിക്കുന്നു. ഇന്ന് പാവം ഓട്ടിട്ടുകൊണ്ട് വന്ന വിഷ്ണു ഈ ഫുഡ് അറേഞ്ച് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് കിട്ടിയില്ല. ഒരുപാട് ആൾക്കാർ അവരെ സ്വന്തം സ്ഥലങ്ങളിൽ ചെന്നായിരുന്നു വോട്ടിടാൻ. ഒരുപാട് കടകൾ പൂട്ടാണ്. അവൈലബിളായി ഉണ്ടായിരുന്ന കടകളിലൊക്കെ വിലകൾ കൂടുതലാണ്. നമ്മളെ ഓഫീസിൻ്റെ അടുത്തൊരു അയ്യറിൻ്റെ കട ഉണ്ട്. വെജ് മീൽസ് അവിടെ തന്നെ കഴിക്കും നമ്മളെ പിള്ളേർ. 80 രൂപയ്ക്ക് ഇരുന്ന് വെജ് മീൽസ് ഇപ്പോൾ 115 രൂപയാണ്. പക്ഷെ അതിൽ അപ്പളമൊന്നും തരാൻ പറ്റൂല എന്ന് പറഞ്ഞത് കാരണം ഗ്യാസ് ഇല്ലാത്തതാണ്. ഉണ്ടെങ്കിൽ കഴിക്കില്ലെങ്കിൽ പോകാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി എങ്ങനെയാണ് ഈ പ്രൈസ് റൈസ് ജനങ്ങളെ പാടാപ്പെടുത്തുന്നു എന്നതാണ് ഞാൻ പറയുന്നത്. ഇവിടെ LPG അമേരിക്കയിൽ നിന്ന് വരുന്ന പോലെ അമേരിക്കയിൽ നിന്ന് വരുന്ന കോസ്റ്റിനെ ആരാണ് കൊടുക്കാൻ പോകുന്നു ആണ് പറയുന്നത്. ഹോമോസ് ടെൻഷൻ വന്നിട്ട് ഓയിൽ സപ്ലൈ ഒലക്കാരിറ്റീനെ കയറ്റി ഇറക്കും പോലെ ഇന്നും കച്ച എണ്ണയുടെ വിലയും കയറും. സ്റ്റീൽ എന്ത് ചെയ്യുന്നു എന്നാൽ ഗൂഗിളിൻ്റെ ഒപ്പം ടൈപ്പ് ചെയ്ത് 300ൻ്റെ മുകളിൽ ഏജൻസ് റെഡി ചെയ്ത് കൂടുതൽ പോപ്പുലേറ്റ് ചെയ്തു. ആര് വേണമെങ്കിലും കമ്പനിയിൽ എടുത്ത് എവിടെ വേണമെങ്കിലും യൂസ് ചെയ്യാമെന്ന് പറയുന്നു. ഇത് കാരണം എഫിഷ്യൻസി ഇമ്പ്രൂവ് ആകുമെന്ന് പറയുന്നു. എനിവേ ഈ വർഷം റെക്കോർഡ് സെയിൽസ്, റെക്കോർഡ് പ്രോഫിറ്റ്സ് വരും. എന്ത് കാരണം എന്ന് വെച്ചാൽ ട്രംപ് ബാഹുവാദർ ചെയ്ത കാര്യങ്ങൾ കാരണം സ്റ്റീലിൻ്റെ വില വന്നിട്ട് ആൾ ഹൈയിൽ ഇരിക്കുന്നു. എല്ലാവരും ഒരേ കൊണ്ടാട്ടത്തിലാണ് ഇരിക്കുന്നു. 2026 പെർഫോമൻസ് റഷ്യ സൂര്യ എക്സ്പാൻഷൻ കാരണം തന്നെ ഇന്ന് പറയുന്നു. അപ്പോൾ തിരുപ്പൂരിൽ തന്നെ ഒരു 4 മാടിയുടെ സൂര്യോയുടെ ഒരു ബിൽഡിംഗ് കണ്ടായിരുന്നു. ഇത് ടീഷർട്ട് ചെയ്യുന്നവന്ന് തന്നെ ടീഷർട്ട് വിൽക്കുന്ന ഒരു ആൽവായിനെ ഞാൻ അന്ന് കണ്ടായിരുന്നു. ഇത് എങ്ങനെ നടക്കുമോ എന്ന് ഞാൻ വിചാരിച്ചായിരുന്നു. അതായത് ലക്സിയുടെ Q4 പ്രോഫിറ്റ് ഡബിളായിരിക്കുന്നു. മാർജിൻ എക്സ്പാൻഡ് ചെയ്ത് ടെക് മഹേന്ദ്ര എന്ത് പറയുന്നു എന്നാൽ പ്രോഫിറ്റ്സ് വന്നിട്ട് കോസ്റ്റ് കൺട്രോൾ ആൻഡ് മാർജിൻ എക്സ്പാൻഷൻ കാരണം നടന്നതാണ്. HCL നോർമലായിട്ട് നല്ല ഗൈഡൻസ് കൊടുക്കുന്നു. പ്രാവശ്യം ഗൈഡൻസ് ഒന്നും ഇല്ല എന്ന് പറഞ്ഞിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ നോക്കുന്നത് ഫാർമയാണ്. ഫാർമയിൽ ഡോക്ടർ റെഡ്ഡിക്ക് എന്ത് അഡ്വാൻറ്റേജ് ആയി എന്നാൽ ഇപ്പോൾ JLP കോപ്പി അടിക്കുമ്പോൾ
കംപ്ലീറ്റായി എടുക്കുന്നത് പോലെയാണ് കോപ്പി അടിച്ചിരിക്കുന്നത്. ഇത് മാത്രമല്ലാതെ ആമസോണിൻ്റെ ഒപ്പം ടൈപ്പ് ചെയ്ത് ഡയറക്റ്റ് എൻഡ് കസ്റ്റമർ സപ്ലൈ ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അമേസോണിൽ ഓർഡർ ചെയ്ത തിരികെ ഡെലിവറി എത്തും. JL1 സെൻസറിൽ മാർക്കറ്റിൽ ഇമ്പോർട്ടൻ്റ് മാർക്കറ്റ്സിന് പല മാർക്കറ്റിന് റെഡി തട്ടിയോട്ട് പോകും എന്നൊരു പേടി അവർക്ക് വന്നിട്ടുണ്ട്. അമേസോണിൻ്റെ ഒപ്പം ടൈപ്പ് ചെയ്തത് വലിയ അഡ്വാൻറ്റേജ് കൊടുത്തിരിക്കുന്നു. ഇന്ത്യൻ ഫാർമ എന്ത് പറയുന്നു എന്നാൽ നമുക്ക് കോൺഫിഡൻസ് വന്നിരിക്കുന്നു. സണ്ണാണ് വലിയ വലിയ ബയ്യറൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. ഇന്ത്യ ടോട്ടലായിട്ട് $20 ബില്യൺ വെളിയിൽ കാശിന് കൊടുത്ത് ഗ്ലോബൽ ഫാർമ കമ്പനീസിനെ വാങ്ങും. നിങ്ങൾ നമ്മൾ പറഞ്ഞ സ്ഥലങ്ങളിൽ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഖുഷിയായി തീർന്നിരിക്കും. നിങ്ങൾ ഇന്നും വില വളരെ കുറവാக തന്നെ ഇരിക്കുന്നു. സിർ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് അത് അഡ്വാൻറ്റേജ് ആണ്. ഫൈനാൻസിൽ ബിസിനസ്സേ ഇല്ല, 3% ഇറങ്ങിയിരിക്കുന്നു. ഇരിക്കുന്ന ബിസിനസ്സും ലിക്വിഡിറ്റി മാത്രമാണ് കൂടുതൽ ഇരിക്കുന്നു. ലിക്വിഡിറ്റി ഫണ്ട് എന്ന കാരണത്താൽ വലുതായിട്ട് റിട്ടേൺ ഒന്നും വരില്ല. അവർ ബ്ലാക്ക് റൈഡൊപ്പം ഇട്ട ഡീൽ കൂടെ വലുതായിട്ട് വരില്ല. ഇടയ്ക്ക് ബജാജിനുണ്ട് അലയൻസിൻ്റെ ഒപ്പം 50-50 ജോയിൻ്റ് വെഞ്ചർ ചോദിച്ചിട്ടിരിക്കുന്നു. ഇൻഷുറൻസിന് ഒരു ഇൻഷുറൻസ് ബ്രോക്കിംഗ് കമ്പനിയെ വച്ചിരുന്നു. ഇൻഷുറൻസ് ബ്രോക്കറായി ഇൻഷുറൻസ് കമ്പനിയെ എന്ന സംശയം ഒരുപാട് ആൾക്കാർക്ക് വന്നിരിക്കുന്നു. ശേഷം മൈത്താസിലിരുന്ന് എന്ന പ്രോബ്ലമിന് സെൻട്രൽ ബാങ്കും സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, ഇന്ത്യയും സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. RBI എന്ത് പറയുന്നു എന്നാൽ എൻഹാൻസ്ഡ് വേർഷൻ ഓഫ് മൈത്തോസ് ഒരുപാട് പ്രോബ്ലങ്ങൾ വരാൻ കൂടും എന്ന് RBIയുടെ ചീഫ് വിശ്വസിക്കുന്നു. ടെസ്ല മോട്ടോഴ്സ് മുമ്പേയും ഇല്ലാത്ത പുറകെയും ഇല്ലാത്ത കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പല മാസം കൊണ്ട് സെയിൽസ് ഇല്ല. പുതു മോഡലിന് ഇന്ത്യയിൽ 62 ലക്ഷത്തിന് 6 സീറ്റർ കൊടുക്കുന്നു. സ്ഥലങ്ങളിൽ 62 ലക്ഷം കൊടുത്ത് കാർ വാങ്ങുന്ന ആ മൂടൊന്നുമില്ല. ടെക്സ്റ്റഡ് ഇലക്ട്രിക് വെഹിക്കിൾസ് ആണ്. റെഡി എന്ത് പറയുന്നു എന്നാൽ വാങ്ങിയിരിക്കുന്നു കൈത്താൻസിൻ്റെ അടുത്ത് ആൽക്കലൈൻ ബാറ്ററി യൂണിറ്റ് സെറ്റപ്പ് ചെയ്ത് ആദ്യമായിട്ട് ആൽക്കലൈൻ ബാറ്ററി ചെയ്യാൻ പോകുന്നു എന്ന് പറയുന്നു. ക്ലിയർലാൻഡ് എന്ത് പറഞ്ഞു എന്നാൽ EV മേജർ വന്ന് ട്രാൻസ്ഫോം ആകുമെന്ന് പറയുന്നു. എന്ന് വെച്ചാൽ എന്ത് പറയുന്നു എന്നാൽ EV ഹൈഡ്രജൻ വെഹിക്കിൾസും ദെൻ ഫ്യൂൽ കോമ്പറ്റീഷൻസ് ഷിഫ്റ്റ് ആകും എന്നാണ് അവർ പറയുന്നു. എന്നിട്ട് വന്നിട്ട് ഗ്രീൻ അമോണിയ പ്ലാൻ ഞങ്ങൾ സപ്ലൈ ചെയ്യുന്നു, കോൺട്രാക്ട് കൈയെടുത്തിട്ടിരിക്കുന്നു. സക്സസ്ഫുൾ ആയെങ്കിൽ അടുത്ത 25 വർഷത്തിന് ക്ഷമിക്കേണ്ട. ഇതാണ് ഇന്നുള്ള മുഖ്യ വാർത്ത. LXC നല്ല റിസൾട്ട് എന്നാണ് ഞാൻ പറഞ്ഞു. ഇതിന് എക്സ്പാൻഷൻ ഇരിക്കുന്നു. 75 രൂപ ഡിവിഡൻഡ് കൊടുത്തിരിക്കുന്നു. ഒരു നല്ല ന്യൂസാണ് നമുക്ക്. മാർക്കറ്റിൽ ജപ്പാൻ സൂപ്പറായിട്ട് പോയി ഇറങ്ങിയിരിക്കുന്നു. ഇത്ര ദിവസം പറഞ്ഞതുപോലെ വളരെ നന്നായിട്ടിരിക്കുന്നു. അത്രയും നോക്കി കൺസിഡർ ചെയ്യണം. ഇന്നും ലോവാ പോകാൻ ചാൻസ് ഇരിക്കുന്നു. കമ്പനീസിന് വളരെ നന്നായിരിക്കും. ഈ കമ്പനി മൾട്ടി ടിക്കറ്റ് ലോയിൽ ഇരുന്നാലും വച്ചിരിക്കുവാണെങ്കിൽ വളരെ അഡ്വാൻറ്റേജ് ആണ്. PG ക്രൈസിസ് ഇപ്പോൾ തീരൂല. ഇന്ത്യയിൽ ഫ്യൂൽ ക്രൈസിസ് കാരണം വന്ന ഡിസ്ട്രപ്ഷൻ തീരൂല. നമസ്കാരം, എല്ലാവർക്കും നമസ്കാരം. കൊച്ചുങ്ങളുടെ ഫിനാൻഷ്യൽ ലിറ്ററസി ബുക്ക് മണി ഫോർ നത്തിങ് എന്ന ഒരു 2ാമത് പാർട്ട് ചെക്ക് എങ്ങനെയാണ് ഫില്ല് ചെയ്യണം, ഈ ഡെപ്പോസിറ്റ് ബില്ലൊക്കെ എങ്ങനെയാണ് ഫില്ല് ചെയ്യണം, ആശയം എങ്ങനെയാണ് എവോൾവ് ആയി വന്നു, ബാർട്ടറിലിരുന്ന് ഡിമോണിറ്ററൈസേഷൻ വരെയുള്ള കാര്യങ്ങളൊക്കെ കവർ ചെയ്തിട്ടുണ്ട്. ഇത് 10 മുതൽ 12 വയസ്സ് വരെയുള്ള കൊച്ചുങ്ങൾക്ക് ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടിരിക്കും. ഈ ബുക്കിന് ഇപ്പോൾ ഒരു സ്പെഷ്യൽ പ്രൈസിൽ 450 രൂപയ്ക്കാളെ കൊടുക്കുന്നു. നിങ്ങൾ ഇതിന് യൂസ് ചെയ്യാം. honeypage.com വെബ്സൈറ്റിനെ സബ്സ്ക്രൈബ് ചെയ്യാം. ഒരാഴ്ചയ്ക്ക് 4 പ്രീമിയം ആർട്ടിക്കിളും ഈ ആർട്ടിക്കിൾസ് ഒരു 10 to 15 ഇടുന്നു. ഇത് സബ്സ്ക്രിപ്ഷൻ മൂലം നിങ്ങൾ ഇതിനെ ഉപയോഗിക്കാം. ഒരു മാസത്തിന് വെറും 99 രൂപ മാത്രമാണ്. ഞാൻ പറയുന്ന കോൺസെപ്റ്റ്സിനൊക്കെ വളരെ എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിക്കാണ് ഇതിൽ ഇടുന്നത്. ഇത് നിങ്ങൾ വായിക്കുവാണെങ്കിൽ എനിക്ക് ഒരുപാട് പ്രയോജനം ഉണ്ടാകും. നന്ദി, നമസ്കാരം. കൊച്ചുങ്ങൾക്ക് വേണ്ടി ഒരു പുസ്തകം ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വളരെ സക്സസ്ഫുൾ ആയിട്ടും പോയി. ആ പുസ്തകം ആവശ്യമുണ്ടെങ്കിൽ ഈ ടീമിനെ എനിക്ക് കോൺടാക്ട് ചെയ്യാം. താഴെ ഇരിക്കുന്ന നമ്പർ എന്നെ വിളിച്ചാൽ മതി. അല്ലെങ്കിൽ വെബ്സൈറ്റിൽ കോൺടാക്ട് ചെയ്യാം. ഇത് മൂലം ആ പുസ്തകം എനിക്ക് വാങ്ങാം. മറ്റ് പുസ്തകങ്ങളും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ വാട്സപ്പ് മൂലം നിങ്ങൾക്ക് വാങ്ങാം, അല്ലെങ്കിൽ വെബ്സൈറ്റ് ഉപയോഗിച്ചും നിങ്ങൾക്ക് വാങ്ങാം. നന്ദി, നമസ്കാരം. എന്തെങ്കിലും നിങ്ങൾക്ക് സംശയമുണ്ട്, എന്നെ കോൺടാക്ട് ചെയ്യണമെന്ന് നിങ്ങൾ വിചാരിക്കുവാണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന മെയിൽ ഐഡിക്ക് നിങ്ങൾ മെയിൽ അയക്കാം. ഞങ്ങളുടെ ടീം നിങ്ങളൊപ്പം കോൺടാക്ട് ചെയ്യും. താങ്ക് യു.